ഹായ് നമസ്കാരം. എപ്പോഴെങ്കിലും ഒരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് പേർക്ക് താല്പര്യമുള്ളൊരു കാര്യമാണിത്. പക്ഷെ കൂടെ തന്നെ മനസ്സിലൊരു പേടിയും വരും. അയ്യോ, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന്. ശരിയല്ലേ? എങ്കിൽ കേട്ടോളൂ, അത്തരം സംശയങ്ങളെല്ലാം പൊളിച്ചെടുക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ചോദ്യം, അല്ലേ? ഒരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങാൻ എനിക്ക് യോഗ്യതയുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ ചോദ്യം കാരണമാണ് പലരും ഒരടി പോലും മുന്നോട്ട് വെക്കാതെ പിന്മാറുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ചിന്തകളായിരിക്കും, അല്ലേ? ഞാൻ വെറുമൊരു ചെറിയ ബിസിനസ്സുകാരനല്ലേ, എനിക്ക് സ്വന്തമായി ഫാക്ടറിയൊന്നുമില്ലല്ലോ, വലിയ ഡിഗ്രിയൊന്നും എന്റെ കയ്യിലില്ല, അല്ലെങ്കിൽ വിദേശത്തൊന്നും എനിക്ക് ആരെയും പരിചയമില്ല. ഇതൊക്കെ നമ്മള് സ്വയം പറയുന്ന ഓരോരോ കാരണങ്ങളാണ്. സത്യത്തിൽ ഇതൊക്കെ വെറും ആശങ്കകൾ മാത്രമാണ്. അപ്പോ എന്താണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് നോക്കിയാലോ? ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലുറപ്പിക്കേണ്ട ഒരു കാര്യം. കയറ്റുമതി അല്ലെങ്കിൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അവകാശമാണ്, അല്ലാതെ ആർക്കോ ചിലർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നുമല്ല. ഈ ഒരു പോയിന്റ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ മിഥ്യാധാരണകളായിട്ട് പൊളിച്ചു തുടങ്ങാം. ആദ്യത്തേത് വലുപ്പത്തിന്റെ പ്രശ്നമാണ്. അതായത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ വലിയൊരു കോർപ്പറേറ്റ് കമ്പനി തന്നെ വേണമെന്നൊരു ധാരണയുണ്ട്. അത് ശരിയാണോ? ഇല്ല, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. വലിയ കമ്പനികൾക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റൂ എന്നത് വെറും ഒരു മിത്താണ്. നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പനിയുടെ വലിപ്പത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. അപ്പൊ ശരിക്കും ആർക്കൊക്കെ കയറ്റുമതി ചെയ്യാം? നിയമപരമായി പറഞ്ഞാൽ നിങ്ങളൊരു വ്യക്തിയാണോ? ചെയ്യാം. ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് സ്ഥാപനമാണോ? തീർച്ചയായും ചെയ്യാം. പാർട്ട്ണർഷിപ്പ്, LLP, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, എന്തിനേറെ നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, അതായത് MSMEകൾക്കും കയറ്റുമതി ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു ചെറിയ കട നടത്തുന്ന ആളായാലും ശരി, സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുന്ന ആളായാലും ശരി, ധൈര്യമായി ഈ രംഗത്തേക്ക് വരാം. ഓക്കെ, ഇനി അടുത്ത തെറ്റിദ്ധാരണയിലേക്ക് പോകാം. ഇതും വളരെ കോമൺ ആണ്. കയറ്റുമതി ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ടൊരു ഫാക്ടറി വേണ്ടേ, നമ്മൾ തന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കണ്ടേ എന്ന ചിന്ത. ഒരിക്കലുമില്ല. കയറ്റുമതിക്ക് സ്വന്തമായി ഫാക്ടറി വേണമെന്നത് ഒരു നിർബന്ധമേയല്ല. തീർച്ചയായും ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതാണ്, അത് സഹായകമാണ്. പക്ഷെ അത് ഇല്ലാതെയും നിങ്ങൾക്ക് ഒരു എക്സ്പോർട്ടറാകാം. അതെങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? പറഞ്ഞുതരാം. നോക്കൂ, നിയമപരമായി 2 തരം എക്സ്പോർട്ടർമാരുണ്ട്. ഒന്ന് മാനുഫാക്ചറർ എക്സ്പോർട്ടർ. പേരുപോലെ തന്നെ ഇവർ സ്വന്തമായി ഉൽപ്പന്നങ്ങളുണ്ടാക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. ഇനി രണ്ടാമത്തെ കൂട്ടരാണ് നമുക്ക് പ്രധാനം, മർച്ചന്റ് എക്സ്പോർട്ടർ. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യും. ഇത് 100% നിയമപരമാണ്. മാത്രമല്ല, ഒരുപാട് പേർക്ക് അവസരങ്ങൾ തുറന്നുതരുന്ന ഒരു വഴിയുമാണിത്. ശരി, അടുത്ത മിഥ്യാധാരണ. ഇത് വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. വലിയ ഡിഗ്രിയും സർട്ടിഫിക്കറ്റുമൊക്കെ ഉണ്ടെങ്കിലേ എക്സ്പോർട്ട് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റൂ എന്നൊരു ചിന്തയുണ്ട്. ഇതും തെറ്റാണ്. നിങ്ങളുടെ അക്കാദമിക് ഡിഗ്രിക്ക് ഇവിടെ വലിയ റോളൊന്നുമില്ല. എക്സ്പോർട്ട് ബിസിനസ്സിൽ ശരിക്കും വേണ്ടത് നിങ്ങളുടെ പ്രാക്ടിക്കൽ സ്കിൽസ് ആണ്, അല്ലാതെ സർട്ടിഫിക്കറ്റിലെ മാർക്കല്ല. അപ്പോ എന്തൊക്കെയാണ് ആ കഴിവുകൾ? 1, നിയമങ്ങളും അതിന്റെ നൂലാമാലകളും മനസ്സിലാക്കാനുള്ള ഒരു സ്കിൽ. 2, ഡോക്യുമെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയും അച്ചടക്കവും വേണം. ഒരു ചെറിയ തെറ്റുപോലും പറ്റരുത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ക്ഷമ. ഈ പ്രോസസ്സുകൾക്കെല്ലാം കുറച്ച് സമയമെടുക്കും. ആ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ടു പോവാം. ഇനി അടുത്ത വലിയ തടസ്സം, പണം. എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങാൻ കോടികൾ വേണം, വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ് എന്നൊക്കെ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട്. സത്യത്തില് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഹെവി ബിസിനസ് അല്ല, മറിച്ച് ഇത് അറിവും പ്രോസസ്സും ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് പണത്തേക്കാൾ കൂടുതൽ അറിവായിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളൊരു മെർച്ചന്റ് എക്സ്പോർട്ടർ ആണെങ്കിൽ വളരെ ചെറിയൊരു മുതൽമുടക്കിൽ പോലും ഈ ബിസിനസ് തുടങ്ങാൻ പറ്റും. അപ്പോ നോക്കൂ, കമ്പനിയുടെ വലിപ്പം പ്രശ്നമല്ല, ഫാക്ടറി വേണ്ട, വലിയ ഡിഗ്രി വേണ്ട, ഭീമമായ നിക്ഷേപവും വേണ്ട. അപ്പൊ പിന്നെ എന്താണ് ശരിക്കും വേണ്ടത്? ഒരേ ഒരു കാര്യം, അത് നിർബന്ധമാണ്. അതെ, നിയമപരമായി ഒരു എക്സ്പോർട്ടറാകാൻ നിങ്ങൾക്ക് നിർബന്ധമായും ഒരൊറ്റ കാര്യം മതി. അതെന്താണെന്നറിയാമോ? ഇതാണ് ആ മാന്ത്രിക താക്കോല്. ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് അഥവാ IEC. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അഥവാ DGFT നൽകുന്ന ഒരു 10 അക്ക കോഡാണിത്. ഈ ഒരു കോഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിയമപരമായി നിങ്ങൾക്കൊരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങാം. ഈ ഒരൊറ്റ കോഡ് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് കസ്റ്റംസിൽ രജിസ്റ്റർ ചെയ്യാം, ബാങ്കുകൾ വഴി ഫോറിൻ ട്രാൻസാക്ഷൻസ് നടത്താം. ചുരുക്കത്തിൽ നിങ്ങളൊരു ഒഫീഷ്യൽ എക്സ്പോർട്ടറായി.
ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോഡ് എടുക്കുന്നതിന് നിങ്ങൾക്ക് പ്രായപരിധിയില്ല, വിദ്യാഭ്യാസ യോഗ്യതയൊരു പ്രശ്നമല്ല, നിങ്ങൾ എവിടെ ഇരുന്ന് പ്രവർത്തിക്കുന്നു എന്നതും ഒരു വിഷയമല്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ഈ എക്സ്പോർട്ട് ബിസിനസ് എന്നത് വലിയ കളിക്കാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത ഒന്നല്ല. അയ്യോ, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് ചിന്തിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ശരിയായ അറിവും കൃത്യമായ സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യാനുള്ള മനസ്സും കുറച്ചു ക്ഷമയുമുണ്ടെങ്കിൽ ആർക്കും ഒരു എക്സ്പോർട്ടറാകാം. അപ്പോ ആർക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, ഓക്കേ, ഇതൊക്കെ കൊള്ളാം, പക്ഷേ ഇതെങ്ങനെ തുടങ്ങും, എന്താണിതിന്റെ പ്രൊസീജിയർ? അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത തവണ സംസാരിക്കാം. അതുവരെ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ.